എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളുമെല്ലാം റബ്ബേ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാ. ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവൂല. ഭൗതികമായ എന്തൊക്കെ നട്ടങ്ങൾ ഉണ്ടായാലും സഹോദരങ്ങളെ, ലാ തൈഅസൂ മിൻ റൗഹില്ലാ, അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഒരിക്കലും നിങ്ങൾ അവന്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതി പോകരുത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതൊന്നും നിങ്ങളുടെ ഹൃദയത്തിലെ ഈമാൻ ഒരിക്കലും ചാഞ്ചാടുന്നതിന് കാരണമാകരുത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഈമാൻ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഏൽപ്പിക്കേണ്ട പടച്ചവനെ സർവ്വതും ഏൽപ്പിച്ചോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ യാക്കൂബ് നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട് പറഞ്ഞതായി അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഭൗതികമായി എന്തൊക്കെ നഷ്ടം വന്നാലും, എന്ത് നഷ്ടം വന്നാലും നമ്മളെന്തിനാണ്, ആർക്കെങ്കിലും മഴ പെയ്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എല്ലാരും പോയി, എന്തായാലും യഹിയ ബാക്കവിയും പോകൂല, ബഹുമാനപ്പെട്ട പ്രസിഡന്റും പോകൂല. ഞാൻ ഈ വിഷയം അവസാനിപ്പിച്ചിട്ടേ പോളി. ഒരു കാര്യത്തിന്റെ പേരിലും വിഷമിക്കേണ്ട കാര്യമില്ല. ആരും പോയെന്നല്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇനി മഴ പെയ്തു, എല്ലാവരും പോയി, എല്ലാവരും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് നഷ്ടം വന്നാ നമുക്ക് എന്ത് പ്രശ്നം? എന്ത് ജോലി പോയി പോട്ടെ, അൽഹംദുലില്ലാ, നമുക്കെന്താ പ്രശ്നം? അള്ള തരുന്നതല്ലേ ഇതൊക്കെ. ലാ തൈഅസൂ മിൻ റൗഹില്ലാ, അങ്ങനെ ഒരു മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവാ. ഈ മഹാന്മാരൊക്കെ അങ്ങനെ ആയത് അങ്ങനെയാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ പദവിയിൽ എത്തിച്ചേർന്നത് അതുകൊണ്ടാണ്. ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്കൊരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല. പോകുന്നത് പോട്ടെ, പോയതിനേക്കാൾ നല്ലത് അള്ളാഹു മടക്കി തരും. അതാണ് പറഞ്ഞത്, ആശ്വാസം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ നിരാശനാകരുത്. മടക്കി കൊടുത്തില്ലേ? ചിന്തിക്ക്, യൂസുഫ് നബിയെ മടക്കി കൊടുത്തില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് മടക്കി കൊടുത്തു. ബിന്യാമീൻ എന്ന പൊന്നുമോനെ അല്ലാഹ് മടക്കി കൊടുത്തു. രണ്ട് മക്കളെയും അല്ലാഹു മടക്കി കൊടുത്തു. രണ്ടുപേരെയും മടക്കി കൊടുത്തു. യൂസുഫ് നബി മടക്കി കൊടുത്തത് എങ്ങനെയാണ്? പോയത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട് അവസാനം ഉടുത്തിരിക്കുന്ന എത്രത്തോളം ചെറുപ്പമുണ്ടെന്ന് ചോദിച്ചാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്ത് കിടക്കുന്ന കുപ്പായം അഴിച്ചെടുത്തിട്ടാണ് ചെന്നായ പിടിച്ചു എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ആടിനെ അറുത്തിട്ട് അതിന്റെ ബ്ലഡ് ഈ കമീസിൽ പുരട്ടിയിട്ട് വിവസ്ത്രനായി യാക്കൂബ് നബിയുടെ പൊന്നുമോ യൂസുഫിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, ബാലചാപല്യങ്ങളുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അള്ളാഹുവിലേക്ക് സർവ്വതും ബരമേൽപ്പിച്ചിട്ട് അവന്റെ ആശ്വാസത്തിൽ നിന്ന് നിരാശനാകാതെ എല്ലാ റബ്ബിലേക്ക് ബരമേൽപ്പിച്ചപ്പോ അള്ളാഹു മടക്കി കൊടുത്തത് ആരായിട്ടാണ്? നഷ്ടപ്പെട്ടതുപോലെയാണോ തിരിച്ചു കൊടുത്തത്? ആ പൊട്ടക്കിണറിൽ കിടക്കുന്ന യൂസുഫായിട്ടാണോ മടക്കി കൊടുത്തത്? അല്ല. ഇന്നാണെങ്കിൽ കൊടിവച്ച കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന അവിടുത്തെ മന്ത്രി പുങ്കവനായി തിരിച്ചു കൊടുത്തു. ഈജിപ്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തെ മിസ്രിന്റെ അധികാരം യൂസുഫ് നബിയുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹ് മടക്കി കൊടുത്തത്. ഏൽപ്പിക്കേണ്ടവരെ അല്ലേ? ഇബ്രാഹിം നബിയോട് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്ലാഹ് പറഞ്ഞു, അവസാന ഘട്ടത്തിൽ പ്രായം ഒരുപാടായി, ഇനി മക്കൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞ്, ഇന്നത്തെ ഡോക്ടർമാരാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ ഉണ്ടാവൂല എന്ന് വിധി എഴുതുന്ന സമയം, ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഒരു മോനെ കൊടുത്തു, ഇസ്മായിൽ എന്ന് പേരിട്ടു. ആ ഇസ്മായിൽ എന്ന മകനെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ കിട്ടിയപ്പോ, ഭൗതികമല്ലേ മക്കൾ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കൾ എവിടത്തേക്കാ? ഇവിടെ ഈ ഭൗതികമായ സ്വത്താകുന്ന ഈ മക്കളാകുന്ന അനുഗ്രഹം ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കൊടുത്തു. ജീവിതത്തിന്റെ ഒടുവിൽ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി കിട്ടിയ പ്രായത്തിൽ വിഴിഞ്ഞത്തെങ്ങാനം ഈ ഇബ്രാഹിം നബിയുടെ പ്രായമുള്ള പോലത്തെ ഒരു പ്രായമുള്ള ആളിന് വിഴിഞ്ഞത്തെങ്ങാനം ഇസ്മായിലിനെ പോലൊരു മോനെ കിട്ടിയാൽ ആളുകളൊക്കെ അത്ഭുതം തോന്നും, ആളുകളൊക്കെ ചിരിക്കും. ഈ പ്രായത്തിലും അങ്ങനെ മക്കളുണ്ടാക്കിയോ, അല്ലെങ്കിൽ അവര് പ്രസവിച്ചോ? എല്ലാവർക്കും അത്ഭുതമാവും ഇല്ലേ? അത്രയും വലിയ പ്രായത്തിൽ ഇസ്മായിൽ എന്ന മോനെ കിട്ടി. എന്നാ
വളർത്താൻ കൊടുക്ക്. ഇല്ല, അല്ല പറഞ്ഞു അറുക്കണം. എനിക്ക് ബലിയർപ്പിച്ച് കാണിച്ചതാ, മോനെ കൊന്നതാ. അങ്ങനെ ചെയ്യോ? ചെയ്യില്ല. അള്ളാഹു അങ്ങനെ ചെയ്യിപ്പിക്കോ? ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ചെയ്യോന്ന് നോക്കണ്ടേ? ആരോടാണ് സ്നേഹമെന്നറിയണ്ടേ? ഭൗതിക താല്പര്യങ്ങളോടാണോ എന്നറിയണ്ടേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മടിയും കൂടാതെ മിനാ താഴ്വരയിൽ മലർത്തി കിടത്തിയിട്ട് പൊന്നുമോനെ ചരിച്ച് കിടത്തിയിട്ട് കഴുത്തിൽ കത്തിവെച്ചു. ആ സമയത്ത് പറഞ്ഞു, നീ വിജയിച്ചിരിക്കുകയാണ് ഇബ്രാഹിമെ, നീ വിജയിച്ചു. നീ ഒരു മോനെ എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു മോനെ തന്നു. തിരിച്ച് എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞപ്പോ നീ ഞാൻ പറഞ്ഞതുപോലെ അറക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ആ മോനെ നിനക്ക് തന്നെ ഞാൻ തിരിച്ചു തരുന്നു. ഇസ്മായിലിനെ കൊടുത്തിട്ട് അത് മാത്രമല്ല, ഒന്നുകൂടെ അല്ല കൊടുത്തു. ഏതാ? ഇസ്ഹാക്ക്. അതാണ് പടച്ചവൻ. അതാണ് പടച്ചവൻ. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോ അല്ലോ പോയേ പടച്ചവനെ പോയേ, പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാര് മരിക്കുമ്പോ എനിക്കിനി ആര് കെട്ടും, ഞാൻ രണ്ടാം കെട്ടിയാരി പോയി. ഇതാണ് വിലവിളി. എന്തെങ്കിലും പോയാൽ അപ്പോഴേ നമ്മളെ തളർന്നു പോകുന്നു. തളരരുത്. പടച്ചവന്റെ ആശ്വാസത്തിൽ നിന്ന് നിരാശ വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹു മടക്കി തരാൻ കഴിവുണ്ട്. യൂസുഫ് നബിയും ബിന്യാമീൻ എന്ന പൊന്നുമോനെയും കൂടി അള്ളാഹു തആല മടക്കി കൊടുത്തു യാക്കൂബ് നബിക്ക്. അതുകൊണ്ട് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്ക്. അള്ളാഹു നമുക്ക് മടക്കി തരും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഭൗതികമായ എന്തു നഷ്ടപ്പെട്ടാലും ഒരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല. ചെറിയൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് മൂന്നാമത്തെ ആയത്തിലേക്ക് വരാം. ഇനി 1 മണിക്കൂറേ ഉള്ളൂ മൊത്തത്തില്. ഈ ഒരൊറ്റ ചെറിയ സംഭവം കൂടെ പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യത്തിൽ വരാം. സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഒരിക്കൽ മഹാനായ അബുൽ ഹസൻ റഹിമഹുല്ലാഹ് മഹാനവറുകള് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഇടയിൽ മത്താഫിൽ ഒരു പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണ് വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണാ, മുഖത്ത് വല്ലാത്ത സന്തോഷം വിരിഞ്ഞിരിക്കുന്ന പെണ്ണാ, ഒരു ആനന്ദ തുന്തിലയായി നടന്ന് തവാഫ് ചെയ്യുന്ന പെണ്ണാ. അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ കണ്ടപ്പോൾ, കണ്ടിട്ടില്ലേ മത്താഫിൽ പോയാൽ അറിയാലോ, അന്നൊക്കെ ഹജ്ജിന് പോകാൻ പറയുമ്പോ ഉംറയ്ക്ക് പോകാൻ പോകുമ്പോ പറഞ്ഞതെന്താണ്? ഇല്ല, പൈസയൊക്കെ കുറഞ്ഞിട്ട് പോകാ, പല കാരണങ്ങളും പറഞ്ഞു. മോളെ കെട്ടിക്കട്ടെ, പെണ്ണ് കെട്ടട്ടെ, കട തുറക്കട്ടെ, വണ്ടി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നിന്നവരെ, ഇനി ഒന്ന് ഉംറയ്ക്ക് പോകണമെങ്കിൽ കോവിഡിന് മുമ്പ് പോയപ്പോൾ എത്ര രൂപയായിരുന്നു, അതിന്റെ ഒരു ഇരട്ടി കൊടുത്താലും പോകാൻ പറ്റുമെന്ന് പരീക്ഷ വേണ്ട. 60,000 50,000 രൂപയ്ക്ക് ഉംറയ്ക്ക് പോയവര് ഇനി 1,25,000 നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പരീക്ഷ വേണ്ട. അന്നത്തെ പോലെ തോന്നുമ്പോൾ ഉംറ ചെയ്യാൻ, ഏത് സമയത്തും ശുദ്ധമായ ഹറമിൽ ചെന്നിരിക്കാൻ, ഏത് സമയത്തും ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറിയിരിക്കാൻ, എപ്പോ വേണമെങ്കിലും മത്താഫിലൂടെ തവാഫ് ചെയ്യാൻ, ഏത് സമയത്ത് വേണമെങ്കിലും ഹജറുൽ അസ്വദ് ഒന്ന് മുത്തം കൊടുക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഈ കണക്കനുസരിച്ച് ഇപ്പോഴും നമുക്ക് അനുവദിക്കപ്പെടുമെന്ന് ചിന്തിക്കണ്ട. ഇനി പടച്ചവന്റെ കയ്യിലാണ്. നമുക്ക് നന്നായിട്ട് ദുആ ചെയ്യാം. സഹോദരങ്ങളെ, തവാഫ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, സങ്കടപ്പെട്ടുകൊണ്ടാണ് പലരും തവാഫ് ചെയ്യുന്നത്. അത് താരി നിൽക്കുന്നു, അത് നോട്ടമില്ല. ഇതെവിടാണ് നിൽക്കുന്നത്? സഹാബാക്കളോട് ഓടിച്ചാടി നടന്ന മണ്ണല്ലേ, പ്രവാചകന്മാരുടെ ചുടുനിണം കൊണ്ട് ചായമണിഞ്ഞ മണ്ണല്ലേ, ഇത് അല്ലാഹുവിന് വേണ്ടി ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമല്ലേ. കരിമ്പടം പുറച്ചു നിൽക്കുന്ന കറുത്ത സുന്ദരിയായ കഅബ ശരീഫിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കഥനക്കഥകളെല്ലാം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കാരുണ്യവാനായ പടച്ചവന്റെ മുന്നിൽ കൈകൾ നീട്ടിയിട്ട് കരഞ്ഞവതരിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും മനസ്സും ശരീരവും ആ വിശുദ്ധമായ മത്താഫിൽ അർപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചൊരു പെണ്ണ് സന്തോഷവതിയായി ഇങ്ങനെ നടന്നു പോകുന്നു. അബുൽ ഹസൻ തങ്ങൾ പറഞ്ഞു, ഈ പെണ്ണിന് ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങളും വന്നിട്ടുണ്ടായിട്ടില്ല. ഈ പെണ്ണ് ഏറ്റവും വലിയ സന്തോഷവതിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് അബുൽ ഹസൻ തങ്ങളുടെ ഈ വാക്ക് കേട്ടു. എന്താ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു പരീക്ഷണവും നേരിടാത്ത പെണ്ണാണ് ഈ പെണ്ണ്. ഇത് കേട്ടപ്പോൾ ആ പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ലയോ തങ്ങളെ, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു പരീക്ഷണവും നേരിടാത്ത ഒരു പെണ്ണാണ് ഞാൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ നിങ്ങൾ കേട്ടോ, വല്ലാഹി ഇന്നി ലവസീഖത്തും ബിൽ അഹ്സാ, ദുഃഖങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടുമായി ഞാൻ നടക്കുന്നവളാണ്. മായുഷാ
ജനങ്ങളിൽ എന്നെ പോലെ ദുഃഖിച്ച ഒരു പെണ്ണ് ലോകത്ത് വേറെയില്ല അബുൽ ഹസൻ തങ്ങള്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവരുടെ ജീവിതത്തിന്റെ കഥനക്കഥ പറയാൻ തുടങ്ങി. എന്തെന്നറിയോ? അബുൽ ഹസൻ തങ്ങളോട് മത്താഫിൽ വെച്ചുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണിന്റെ പരീക്ഷണം എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവൂല. എന്ത് പരീക്ഷണമാണ് അള്ളാഹു ആ പെങ്ങൾക്ക് കൊടുത്തതെന്നറിയോ? അവര് പറയുകയാണ്, എനിക്ക് 4 മക്കളുണ്ടായിരുന്നു, മൂത്തത് പെൺകുട്ടിയാ. എന്റെ പൊന്നുമോളെ അടുത്ത ഗ്രാമത്തിൽ ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചു. പിന്നെ ഒരു വയസ്സ് വ്യത്യാസമുള്ള 2 ആൺകുട്ടികളാണ്, ചെറിയ മക്കളാണ്. അവര് ബാലചാപ്പല്യമുള്ള പൊന്നുമക്കളാണ്. ഏറ്റവും ഇളയത് മുലകുടി പ്രായമുള്ള ചെറിയ കൈക്കുഞ്ഞാണ്. ഈ 3 മക്കളും ഞാനും എന്റെ ഭർത്താവും സന്തോഷത്തോടെ എന്റെ വീട്ടിൽ കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, 4ാമതുള്ള പൊന്നുമോള്, അവൾ വിവാഹം കഴിപ്പിച്ചയച്ച് അവിടെ അടുത്ത ഗ്രാമത്തിൽ ഭർത്താവിന്റെ വീട്ടിലാ. ഈ 3 മക്കളും ഞാനും എന്റെ ഭർത്താവും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുമ്പോ ഒരു ദിവസം എന്റെ ഭർത്താവ് ദാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുവന്നു. ആടിനെ അറുത്തു. എന്നിട്ട് അതിന്റെ മാംസം ഇങ്ങനെ ദാനം ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുത്തു. അങ്ങനെ ഞാനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവും എന്റെ 3 മക്കളും കൂടി സന്തോഷത്തോടെ നല്ല നിലയിൽ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് എന്റെ ഭർത്താവ് ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസം ദാനം ചെയ്യുന്നത് എന്റെ 2 മക്കള് കാണുന്നു. എന്റെ ഭർത്താവ് ഇറച്ചി കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പൊന്നുമക്കള് 2 പേരും മുറ്റത്തിരുന്ന് കളിക്കുകയാണ്. അതിൽ മൂത്ത കുട്ടി എന്റെ ഇളയ കുട്ടിയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, മൂത്ത കുട്ടി ഇളയ കുട്ടിയോട് പറഞ്ഞു, വാപ്പ എങ്ങനാണ് ആടിനെ അറുത്തതെന്നറിയോ? ഇല്ല എന്ന് അവൻ മറുപടി പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് ആടിനെ അറുത്ത കത്തിയെടുത്തിട്ട് എന്റെ 2ാമത്തെ മകന്റെ കഴുത്തിലേക്ക് എന്റെ മൂത്ത മകന് കത്തി കൊണ്ടിറക്കുകയാ. എന്റെ പൊന്നുമോന്റെ കബന്ധമായ ശരീരമുണ്ടല്ലോ, ഉടലിൽ നിന്ന് എന്റെ പൊന്നുമോന്റെ തലയറ്റുപോയി. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കണ്ടുകൊണ്ട് ഓടി വരികയാ. എന്റെ ഇളയ മകന്റെ കരച്ചിൽ ഇങ്ങനെ പൊട്ടിക്കരച്ചിലായപ്പോ പൊട്ടിക്കരയുന്ന പൊന്നുമോനെ വാരിക്കോരി എടുക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓടിയെത്തി. ആ സമയത്ത് മൂത്ത പൊന്നുമോനന്റെ അവന്റെ കയ്യിൽ നിന്ന് കത്തി വലിച്ചെറിഞ്ഞിട്ട് വീടിന്റെ പുറകുവശത്തുള്ള കൊടും വനത്തിലേക്ക് ഓടുകയാ. വാപ്പ തല്ലുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്റെ പൊന്നുമോന് ആ കാട്ടിലേക്ക് ഇങ്ങനെ ഓടിക്കയറി. എന്റെ ഭർത്താവ് ഓടി പിന്നാലെ ഓടി, അടിക്കാനല്ല, തല്ലാനല്ല, കൊല്ലാനല്ല. അവിടെ ചെമ്പുലികളും അതുപോലെ കടുവകളും അതുപോലെ ചെന്നായിക്കൂട്ടങ്ങളുമുള്ള കൊടുംവനമാണ്. എന്റെ പൊന്നുമോന് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ പ്രിയതമൻ ഓടിപ്പോയി. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ വെച്ച് എന്റെ മൂത്ത മകനെ ചെന്നായ പിടിക്കുകയാ. എന്റെ പൊന്നുമോനെ ചെന്നായ പിടിച്ച് ശരീരം കടിച്ച് കീറിക്കളഞ്ഞു. എന്റെ ഭർത്താവ് അവിടെ നിന്ന് നോക്കുമ്പോ ഇത് കാണാൻ കഴിയാതെ മുറ്റത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന പൊന്നുമോന. ആ പൊന്നുമോനെ കൊന്നു എന്ന പേര് കിട്ടേണ്ട പൊന്നുമോന് ചെന്നായ പിടിച്ചതിന്റെ പേരിൽ ഇന്ന് കൈകാലിട്ടടിച്ചുകൊണ്ട് ശരീരം കീറിപ്പറഞ്ഞ് കൊടുംവനത്തില. ഇത് കണ്ട് താങ്ങാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹൃദയസ്തംഭനം മൂലം കാട്ടിൽ വീണു മരിച്ചു പോവുകയാ. ഈ 3 മരണങ്ങൾ ഞാൻ കണ്ടു. എന്റെ പൊന്നുമക്കൾ 2 പേരും മരിച്ചു. ഒന്ന് കത്തിക്കിരയായി, മറ്റൊന്ന് ചെന്നായുടെ കടിയേറ്റ് മരിച്ചു. ഇത് രണ്ടും കണ്ടിട്ട് താങ്ങാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹൃദയസ്തംഭനം മൂലം, ഹൃദയാഘാതം മൂലം മരിച്ചു പോവുകയാ. ഞാൻ എന്റെ ശരീരത്തിരുന്ന എന്റെ ഒക്കത്തിരുന്ന പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ ഞാൻ നിലത്തു വെച്ചു. എന്നിട്ട് അവര് പാകം ചെയ്യാൻ വേണ്ടി ഇറച്ചി എടുത്തു മാറ്റിവെച്ച ഇറച്ചി തിളപ്പിക്കുന്നതിന് വേണ്ടി അടുപ്പത്ത് തീവിട്ടിട്ട് അതിൽ പാത്രം വെച്ച് വെള്ളം തിളയ്ക്കുകയാ. ഞാൻ ഈ മരണം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ 3 മരണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവും എന്റെ 2 മക്കളും മരിച്ച വാദവേദന സഹിക്കാൻ കഴിയാതെ ഞാൻ എന്റെ പൊന്നുമോനെ നിലത്തു വെച്ചിട്ട് ഞാൻ കരഞ്ഞിരുന്നു. ഇതറിയാതെ എന്റെ പൊന്നുമോ, എന്റെ മുലപൊടി പ്രായമുള്ള പൊന്നുമോ, ഒന്നും അറിയാത്ത പൊന്നുമോ, ആ പൊന്നുമോന് അടുക്കളയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു ചെന്നു. അടുപ്പത്ത് തിളച്ചു മറിയുന്ന ചൂടുവെള്ളത്തിൽ കയറി പിടിച്ചു. അത് എന്റെ പൊന്നുമോന്റെ തലയിലൂടെ വീണു. എന്റെ പൊന്നുമോന് വെന്തു മരിക്കുകയാ. എന്റെ 3 മക്കളും മരിച്ചു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവും മരിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് തൊട്ടടുത്ത ഗ്രാമത്തിൽ വിവാഹം കഴിപ്പിച്ചയക്കപ്പെട്ട
പ്രിയപ്പെട്ട എന്റെ പൊന്നുമോള് ആ സമയം തന്നെ സഹിക്കാൻ കഴിയാതെ നിലമ്പൊത്തുകയാ. നോക്കുമ്പോ റബ്ബേ, എന്റെ 4 മക്കളും മരിച്ചിരിക്കുകയാ. എന്റെ 4 മക്കളും മരിച്ചു. എന്റെ തുണയായ എന്റെ ഭർത്താവും മരിച്ചു. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെ വന്നത് ഈ മത്താഫിലാണ്. അബുൽ ഹസൻ തങ്ങളെ പറ, അബുൽ ഹസൻ തങ്ങളെ, ഞാൻ സന്തോഷവതിയല്ലേ? ഞാൻ ദുഃഖിതയാണോ? സന്തോഷിക്കേണ്ടവളല്ലേ? ഇന്നെന്റെ ഭർത്താവില്ല, എന്റെ 4 മക്കളെയും എനിക്ക് നഷ്ടമായി. ഞാൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ? നിങ്ങളെ പറ. ചോദിച്ചു. നിങ്ങൾ ചിരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖത്ത് സന്തോഷമല്ലേ, ദുഃഖമില്ലല്ലോ. ഇതെങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ ക്ഷമയും അക്ഷമയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോ, ക്ഷമിക്കുമ്പോൾ അക്ഷമയുണ്ടാകുമ്പോൾ ക്ഷമിക്കാതെ നിലവിളിച്ചാൽ ഈ നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് മടക്കി കിട്ടൂലല്ലോ. എന്റെ ഭർത്താവിനെ, എന്റെ 3-4 മക്കളെയും എനിക്ക് മടക്കി കിട്ടൂല. ആ സമയത്ത് ഞാൻ ക്ഷമിച്ചാലോ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് വലിയ പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. പറയൂ, ഞാൻ സന്തോഷിക്കേണ്ടവളല്ലേ? നിങ്ങൾ പറഞ്ഞതെന്താണ്? ഞാൻ സന്തോഷമുള്ളവളാണ്, ഒരു പരീക്ഷണവും ഇന്നോളം വരാത്തവളെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടി അബുൽ ഹസൻ തങ്ങൾ മടങ്ങുകയാ. മതാഫിൽ നിന്ന് നടന്ന് നീങ്ങുമ്പോ ആ പെങ്ങൾ അവിടെ നിന്ന് പറയുന്ന വാക്ക് എന്തെന്നറിയോ? സബറതു വകാന സബൂറു ഖൈറ മുഅവ്വലി وهل جزعي يجدى علي فأجزعوا. ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. അക്ഷമ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കാതെ നിലവിളിക്കുമായിരുന്നു. സബർതു അലാ മാ ലൗ തഹമ്മല ബഅലുഹു ജിബാല ഉറൂരിൻ നസബഹത തസദ്ദഉ. എനിക്ക് വന്ന പരീക്ഷണമെങ്ങാന് ഈ വലിയ പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കപ്പെട്ടതെങ്കിൽ പടച്ചവനാണ് ആ പർവ്വതം അത് പാറക്കഷണങ്ങളായി ഉരുൾപൊട്ടിയിട്ട് അതിങ്ങനെ 4 ഭാഗത്തേക്ക് വെള്ളത്തോടൊപ്പം ഒലിച്ചു പോയേനെ, ചിന്നിച്ചിതറിപ്പോയേനെ. അത്രയും വലിയ പരീക്ഷണങ്ങളാണ് ഞാൻ നേരിട്ടത്. എന്നിട്ട് അവരെ പറയുകയാണ്, മലക്കത്തുദുമൂഉൽ ഐനി ഹത്താ റദത്തുഹാ ഇലാ നാളിരി ഫൽ ഐനു ഫിൽ ഖൽബി തദ്മഉ. എന്റെ പടച്ചവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഈ 4 മക്കളെയും എനിക്ക് തന്ന അല്ലാ, എന്റെ ഭർത്താവിനെ എനിക്ക് തന്ന അല്ലാ, സൗകര്യങ്ങൾ എനിക്ക് തന്ന അല്ലാ, ഇതൊക്കെ തിരിച്ചെടുത്തപ്പോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി എന്റെ റബ്ബെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ അബുൽ ഹസൻ തങ്ങളെ, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണുകളെ സജലങ്ങളാകുന്നില്ല, എന്റെ നയനങ്ങളെ സജലങ്ങളാകുന്നില്ല, എന്റെ കണ്ണുകളെ കണ്ണീരൊലിക്കുന്നില്ല. പക്ഷേ ഫിൽ ഖൽബി തദ്മഉ, എന്റെ ഹൃദയം വിങ്ങുകയാ, എന്റെ ഹൃദയം പടപടയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് ആ മത്താഫിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ഭ്രാന്തിയെ പോലെ ഒരു പെണ്ണുണ്ട്. 4 മക്കളും ഭർത്താവും നഷ്ടപ്പെട്ടപ്പോഴും അവര് പറഞ്ഞതെന്താണ്? ഇതൊക്കെ തന്ന എന്റെ പടച്ചവൻ എന്നെ നോക്കുമ്പോ ഞാൻ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? ഇത് തന്നെയല്ലേ യാക്കൂബിന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞത്, ലാ തയസൂ മിൻ റൗഹില്ലാഹ്. അല്ലാഹു തരുന്ന ആശ്വാസത്തിൽ നിരാശരാകാൻ പാടില്ല. നമുക്ക് ചെറിയൊരു പരീക്ഷണം വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിടിച്ചു നിൽക്കണം, പിടിച്ചു നിന്നേ പറ്റൂ. കാരണം ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി പിളർന്നു പോയാലും, സാഗരങ്ങൾ എരച്ചു കയറിയാലും അല്ലാഹു നമുക്ക് നിശ്ചയിച്ചത് വരും. അത് കരഞ്ഞാലും വരും, ചിരിച്ചാലും വരും. വാപ്പ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് 3 ദിവസം നമുക്ക് അതിന്റെ പേരിൽ ദുഃഖാചരണമുണ്ട്. 3 ദിവസം മാത്രം ചെന്നിട്ട് സമാധാനപ്പെടുത്തണം. ഇനിയും 4-5 ദിവസം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 3 ദിവസം ആ വീട്ടിൽ ചെന്ന് നമ്മൾ ആശ്വസിപ്പിക്കണം, നമ്മൾ അനുശോചനം അറിയിക്കണം, നമ്മളെ സമാധാനിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയി, ഇനി കരഞ്ഞ് നിലവിളിച്ചതിന്റെ പേരിൽ ആ വാപ്പ തിരിച്ചു വരുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വാപ്പ മരിച്ചു,
ഭയങ്കര നിലവിളി, എന്റെ വാപ്പ എന്നെ ഇട്ടിട്ട് പോവല്ലേ, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകണോ, എന്നെ കൂടെ കൊണ്ടുപോകാത്തെന്താ? ഈ ചോദിക്കാനായിട്ടാ ഈ ടൂറിന് പോയെന്നാ തോന്നുന്നത്. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു, എന്നെ മാത്രം ഇവിടെ ഇട്ടിട്ട് പോയതിനാ. ചില പെണ്ണുങ്ങളൊക്കെ നല്ല ഡയലോഗ് അടിക്കുന്നത്. ചില പെണ്ണുങ്ങളെ ഈ മരണപ്പെട്ട ആളുടെ സഹോദരങ്ങൾ ഉണ്ടാവും, സഹോദരിയൊക്കെ ഉണ്ടാവും, പറയും അല്ലാ യവനെ ഇട്ടിട്ട് എന്നെ കൊണ്ടുപോയിരുന്നെങ്കിലും മതിയായിരുന്നു. അള്ളാഹ്ക്ക് മാറിപ്പോയതാണോ നിന്നെ പിടിക്കാതെ അവനെ പിടിച്ചത്? ഇതൊക്കെ ഈമാനില്ലാത്ത വർത്താനമാണ്. ഈമാനില്ലാത്ത ഇതൊക്കെ മാറ്റണം. അതേപോലെ നമ്മൾ പറയും, ഏതെങ്കിലും ചെറിയ പ്രായത്തിലൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയും അകാലത്തിൽ പൊലിഞ്ഞുപോയി. എത്ര വിവരക്കേടായി പറയുന്നത്! എന്തൊരു വിവരക്കേടാണത്! അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ കാലത്തിലല്ല പൊലിഞ്ഞത്. അപ്പൊ അവന് നിശ്ചയിച്ച വയസ്സ് ഇതല്ല, മരണത്തിന്റെ ഡേറ്റ് ഇതല്ല. അസ്രായീല് ഓവർടേക്ക് ചെയ്ത് കയറി പിടിച്ചോണ്ട് പോയെന്നാണ് എന്റെ അർത്ഥം. ഒരു സെക്കൻഡ് 0.0% നിമിഷാർത്ഥം അതുപോലും മുന്തുകയും പിന്തുകയും ഇല്ലാത്ത ഒരൊറ്റ കാര്യമേ ലോകത്തുള്ളൂ, അത് മരണമാണ്. വേറെ എല്ലാം പിന്തും. വാഴ് തുടങ്ങിയ 10 മണിക്ക് 9 തുടങ്ങേണ്ട വാഴ്. കല്യാണം വെച്ചാൽ പുതിയാപ്പള 1 മണിക്കെന്ന് പറഞ്ഞാൽ 1-1:30 മണിക്ക് എത്തുള്ളൂ. എല്ലാം പിന്തും. ഒരു ടൈമിൽ നടക്കൂല. ടൈമിൽ നടക്കുന്നത് ഒറ്റ കാര്യം മാത്രം, അത് മരണം. ഒരു സെക്കൻഡ് മുന്തിയില്ല, ഒരു സെക്കൻഡ് പിന്തിയില്ല. അപ്പൊ വാപ്പ മരിച്ചുപോയതിന്റെ പേരിൽ നമ്മൾ നിലവിളിക്കുക, അല്ലാ എന്റെ വാപ്പച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ശരി, നിന്റെ വാപ്പച്ചി നിനക്ക് തിരിച്ചു തരാം. ശ്രദ്ധിക്കണേ, വാപ്പച്ചി നിനക്ക് തിരിച്ചു തരാം. ഈ വാപ്പ തിരിച്ചു വന്നാൽ നമ്മളെ വീട്ടിൽ കയറ്റും. സകല മന്ത്രവാദിയുടെ മുമ്പിലും പോകും. കാരണം ബാധ കൂടിയെന്നും പറഞ്ഞിട്ട്. വാപ്പ തിരിച്ചു വന്ന പ്രേതം കൂടിയെന്ന് പറഞ്ഞിട്ട് സകല മന്ത്രവാദികളുടെ മുമ്പിൽ പോയി ചങ്ങലക്കിടും, അല്ലെങ്കിൽ ആണി അടിച്ചു വെക്കും. അല്ലേ? അപ്പൊ എന്തിനാ കരയുന്നത്? ഈ കരച്ചിലുണ്ട് വാപ്പ തിരിച്ചു വരുമോ? ഇല്ല. പിന്നെ വരുന്ന കണ്ണുനീരെന്താണ്? കാരുണ്യത്തിന്റെ കണ്ണുനീര്. ഇബ്രാഹിം എന്ന മകൻ മരിച്ചപ്പോൾ മുസ്തഫ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് നയനങ്ങൾ സജലങ്ങളായത് കാരുണ്യത്തിന്റെ കണ്ണുനീരാ. കാരുണ്യത്തിൻ്റെതാണ്. അത് നീണ്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത്, ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ നിരാശപ്പെടേണ്ട. ഇതൊക്കെ തന്നത് പടച്ചോനാ, ഇതിലും വലുത് തരാൻ അല്ലാഹ്ക്ക് കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ. എന്നിട്ട് പറയണം അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. ഇതൊരു ദുആയ. അതെന്റെ വിഷയത്തിൽ ഞാൻ അത് പറഞ്ഞാൽ നീണ്ടുപോകും. നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രസംഗം ഇപ്പൊ തന്നെ മാറിയാ പോകുന്നത്. ഈ ചാനൽ മാറ്റുമ്പോഴാണ് ഇപ്പോഴത്തെ ഉസ്താദന്മാരുടെ പ്രസംഗം കേൾക്കുന്നത്. പണ്ട് ചാനൽ മാറ്റും പോലെയാണ്. ഒരു ചാനൽ അടുത്ത ചാനൽ, അത് പരസ്യം വരുമ്പോൾ അടുത്ത ചാനൽ, അതിൽ പരസ്യം വരുമ്പോൾ അടുത്ത ചാനൽ. അതുപോലെയാണ് ഇപ്പോഴത്തെ വാഴ്. ഇപ്പൊ ഇതിന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വേറൊന്ന് പോയ അടുത്ത ഉസ്താദിന്റെ വാഴ എവിടെ നടക്കുകയാണ്, വേറെ ഉസ്താദിന്റെ വാഴ അവിടെ നടക്കുകയാണ്. അപ്പൊ ഇഷ്ടം പോലെ വാഴ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. ഒരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, പാസ്പോർട്ട് കളഞ്ഞു, അല്ലെങ്കിൽ വിസ നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അപ്പൊ നമ്മൾ എന്തോ പറയണം? കായും പൂവല്ല പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എല്ലാം നിനക്കുള്ളതാണ്, നിന്നിലേക്ക് തിരിച്ചു വരേണ്ടവരുമാണ്. ഈ മുസീബത്തിൽ നിന്നെ കരകയറ്റി പടച്ചോനെ, പകരം നല്ലത് താ അല്ലാഹ്. ഇത്രയുള്ള അർത്ഥം, ഇത്രേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ ഇല്ലാ അഖ്ലഫഹുല്ലാഹ്, അല്ലാഹു അവന് ഖൈറായത് പകരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മു സലമ, അബൂ സലമ മരിച്ചപ്പോ ഇത് ചൊല്ലി. അബൂ സലമ മരണപ്പെട്ടപ്പോ ഉമ്മു സലമ ഇത് ചൊല്ലിയിട്ട് ചിന്തിച്ചു, ഷടാ അബൂ സലമയേക്കാൾ ഖൈറായ ഒരാളിനെ എനിക്ക് കിട്ടണ്ടേ. നബി പറഞ്ഞത് അങ്ങനെയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളം പറയൂലല്ലോ. എന്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് തരണം പടച്ചവനെ. അപ്പൊ എനിക്ക് ഇതിനേക്കാൾ ഖൈറായത് കിട്ടണ്ടേ. എന്റെ അബൂ സലമയേക്കാൾ ഖൈറായത് ഈ മക്കയിൽ ആരാ ഉള്ളത്? ഈ മദീനയിൽ ആരാ ഉള്ളത്? ആരാണുള്ളത്? ഹിജ്റ വന്നവനാണ് എന്റെ ഭർത്താവ്. എല്ലാ നന്മകളിൽ മുൻപേ നിന്നവൻ. എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായത് ഇനി ആരായിരിക്കും? ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഏറ്റവും ഖൈറായ ആള് കല്യാണം കഴിച്ചില്ലേ? ആരാ? കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. മനസ്സിലായോ? ഭർത്താവ് മരിക്കുമ്പോ ഇനി പള്ളിയിലെ ഉസ്താദ് കെട്ടാൻ വേണ്ടി ദ്വാരക്കണ്ട. ഖൈറായതല്ല തരും. നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് അല്ലാഹു തആല വഴിയിലാക്കൂല. നന്നായിട്ട് ദുആ ചെയ്തു. അതുകൊണ്ട് ഭൗതികമായ എന്ത് നഷ്ടപ്പെട്ടാലും അതിന്റെ പേരിൽ നമുക്ക് ദുഃഖം വേണ്ട.
നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ഒരിക്കലും നിരാശ വേണ്ട. ഒന്ന് പാവങ്ങളുടെ പേരിൽ, രണ്ട് ഭൗതികമായ നഷ്ടങ്ങളുടെ പേരിൽ. മൂന്നാമത് ചുരുക്കി പറയാണ്, മൂന്നാമത്തേത് മനുഷ്യര് ചതിക്കും സഹോദരങ്ങളെ. ഒരുത്തനെ ഉടുത്തിരിക്കുന്ന തുണിയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരുത്തനെ വിശ്വസിക്കരുത്. ഒരാളെ പറ്റി ഞാൻ കാര്യം പറയാം. ഒരാളെ പറ്റി നമ്മളടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറയുന്ന ഒരാള് എഴുതി വെച്ചോ നിന്നെ പറ്റി അവനോടും പറയും. നമ്മൾ കരുതുന്നത് എന്താ? എന്നോട് ഭയങ്കര സ്നേഹമാ, അവരെ പറ്റി എന്നോട് വന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. എത്ര മണ്ടനാ നീ! നിന്നെ പറ്റി 100 പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. വിശ്വസിക്കാൻ കൊള്ളൂല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഹബീബക ഹൗനമ്മാ അസായകൂന ബഗീലക യൗമമ്മാ അബ്ഗൽ ബഗീലക ഹൗനമ്മാ അസായകൂന ഹബീബക യൗമമ്മാ. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, നീ നിന്റെ കൂട്ടുകാരനെ അടച്ചാക്ഷേപിക്കരുത്. നിന്റെ കൂട്ടുകാരനെ കൂടുതൽ നീ അവനെ അകറ്റി നിർത്തരുത്. കാരണം അസായകൂന ബഗീലക യൗമമ്മാ ഹബീബക ഹൗനമ്മാ, നിന്റെ കൂട്ടുകാരനെ നീ കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെടരുത്. നിന്റെ ചങ്കാണ്, ചങ്ക് ബ്രോയാണ്, എല്ലാമാണ് എന്ന് പറഞ്ഞ് നീ എല്ലാം അവന്റെ മുന്നിൽ തുറന്നു വെക്കരുത്. എന്തെന്നറിയോ? അസായകൂന ബഗീലക യൗമമ്മ, ഒരു ദിവസം നിന്റെ ഏറ്റവും വലിയ ശത്രു യവനായിരിക്കും. അതുപോലെ അബ്ഗിൽ ബഗീലക ഹൗനമ്മ, നീ നിന്റെ ശത്രുവിനെ കൂടുതൽ അങ്ങ് ആക്ഷേപിക്കരുത്, ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്, വിമർശിക്കരുത്, ചീത്ത പറയരുത്, അന്യനായി കാണരുത്. കാരണം അസായകൂന ഹബീബക യൗമമ്മ, ഒരു ദിവസം അവൻ നിന്റെ ഏറ്റവും അടുത്ത ഹബീബായി മാറും. ചരിത്രങ്ങൾ സാക്ഷിയാണ്, ഇന്നലകൾ സാക്ഷിയാണ്, വർത്തമാനകാല സാക്ഷിയാണ്, ഭാവിയും സാക്ഷിയാകാൻ സംശയമില്ല. അതുകൊണ്ട് ഇത് റസൂല് പറഞ്ഞതാ, ഹബീബക ഹൗനമ്മ അസായകൂന ബഗീലക യൗമമ്മ അബ്ഗൽ ബഗീലക ഹൗനമ്മ അസായകൂന ഹബീബക യൗമമ്മ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കൂട്ടുകാരൻ ഏറ്റവും കൂടുതൽ നമ്മളെ ചതിക്കുന്നതാരാ? ഞാൻ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയരുത് നിങ്ങൾ. യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നം വാപ്പ യാക്കൂബ് നബി എടുത്ത് വന്നപ്പോൾ പറഞ്ഞ എന്താ? യാക്കൂബ് നബി പറഞ്ഞ എന്താ? പൊന്നുമോനെ, നീ ഇത് ആരെടുത്ത് പറയരുതെന്നാ? എന്റെ ബീജത്തിലുണ്ടായ നിന്റെ ഉമ്മ അല്ലെങ്കിലും വേറെ വിവാഹത്തിലാണ്. ഒറ്റ വിവാഹത്തിലുള്ളത് ബിന്യാമിൻ യൂസുഫ് അലൈഹിസ്സലാം, അവർ മാത്രമേ ഉള്ളൂ. ബാക്കി 10 വേറെയാ. എങ്കിലും എന്റെ ചോരയാണല്ലോ, എന്റെ പ്രിയപ്പെട്ട എന്റെ ചോരയിൽ ജനിച്ച എന്റെ മക്കളായ നിന്റെ സഹോദരങ്ങളോട് നീ ഇത് പറയരുത്. അവര് ചതിക്കും നിന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചതി എവിടെ നിന്നും വരും, ഏത് ഭാഗത്തു നിന്നും ചതി വരും. അതുകൊണ്ട് മൂന്നാമതായി, ആരുടെ ചതി വന്നാലും, ആരുടെ കുതന്ത്രങ്ങൾ വന്നാലും അല്ലാഹ് പറയുകയാണ്, വലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അഖാ ഖാല ഇന്നി അനാ അഖൂ ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് സഹോദരങ്ങൾ കടന്നു വന്നു. ആ വരുന്നതിൽ ബിന്യാമീനെ മനസ്സിലാക്കിയ യൂസുഫ് നബിയെ മനസ്സിലാകില്ല സഹോദരങ്ങൾക്ക്. പക്ഷേ ഈ വന്നവര് ആരാണെന്ന് യൂസുഫ് നബിക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു. അവരെ മനസ്സിലാക്കിയപ്പോ തന്റെ കൂടപ്പുറപ്പായ ബിന്യാമീനെ കണ്ടു. ആ സമയത്ത് ബിന്യാമീനെ തന്റെ സഹോദരങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് യൂസുഫ് അലൈഹിസ്സലാം തന്റെ ചാരത്ത് നിർത്തിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ, പൊന്നു സഹോദരാ, ഇന്നീ അനാ അഖൂക്ക്, ഞാൻ നിന്റെ കൂടപ്പുറപ്പാണ്, ഞാൻ നിന്റെ സഹോദരനാണ്. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂ, അവര് ചെയ്തതിന്റെ പേരിൽ നീ ദുഃഖിക്കരുത്, അവര് ചെയ്തതിന്റെ പേരിൽ നിനക്ക് ദുഃഖം വേണ്ട. എന്ന് പറഞ്ഞാൽ നീ മോഷ്ടിച്ചു എന്നാണല്ലോ അവര് പറയുന്നത്. ഇല്ല, നീ മോഷ്ടിച്ചിട്ടില്ല, നീ ഒരിക്കലും മോഷണം നടത്തൂല. നമ്മുടെ വാപ്പ കളവ് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ വാപ്പ നബിയാണ്, കളവ് പറയില്ല, കളവ് ചെയ്യില്ല, കള്ളപ്പരം കാണിക്കില്ല. പിന്നെ എന്തിനാണ് നിന്നെ എന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിന്റെ സഞ്ചിയില് ഇവിടെ അളവ് കോലായി കാണുന്ന അളവ് മാത്രം ഞാനാണ് സൂക്ഷിച്ചത്, ഞാനാണ് അതിനകത്ത് നിക്ഷേപിച്ചത്. അതുകൊണ്ട് പൊന്നു സഹോദരാ, ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂ,
ആ സഹോദരങ്ങൾ ചെയ്തതിന്റെ പേരിൽ, ഒരു ചതിയുടെ പേരിലും നീ ദുഃഖിക്കരുത്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കോ. അള്ളാഹുവിന്റെ ദുനിയാവിൽ ആര് ചതിച്ചാലും ആര് എന്ത് ചെയ്താലും നമുക്കതിന്റെ പേരിൽ ദുഃഖമൊന്നും വേണ്ട. ആര് ചെയ്താലും അവരെ വീഴുകയുള്ള സംശയം വേണ്ട. നമ്മൾ പറയുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ, എന്താണ്? നമ്മൾ പറയും, എപ്പോഴും നമ്മൾ പറയും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞാൽ ആരെ ചതിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അതല്ല എന്റെ സഹോദരങ്ങളെ, നമ്മൾ തന്നെയാണ് കുഴിയിൽ വീഴുന്നത്. سيقع في البئر الذي هو حافر. ആരെയാണോ ചതിക്കാൻ നമ്മൾ കുഴിയെടുത്തത്, ആരെയാണോ പറ്റിക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്, ഓർത്തോ ആ കുഴിച്ചവന് കുഴിയിൽ വീഴുമൊരു സംശയം വേണ്ട. അതുകൊണ്ട് ചതികൾ അവരുടെ നേരെ തന്നെ പോട്ടെ. ആരുടെ ചതിയുടെ പേരിൽ നമ്മൾ തളരരുത്, ദുഃഖിക്കരുത്. കൂടെ നിൽക്കുന്നവർ കാലുമാറിയാലോ എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ ദുനിയാവാണ്, അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമ്മൾ നമ്മുടെ വഴിക്കങ്ങ് നീങ്ങുക. നിങ്ങൾക്കറിയുമോ, നമുക്ക് നമ്മളോട് ആര് എന്ത് ചെയ്താലും മാപ്പ് കൊടുക്കാനുള്ള ഒരു വിശാല മനസ്കത നമുക്ക് ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. ജീവിതത്തിൽ ആര് നമ്മളെ പണിഞ്ഞാലും നമ്മളെ കാത്തിരിക്കും അവനെ പണിയാൻ വേണ്ടി അല്ല. ഒരിക്കലും അത് ചെയ്യരുത്. അവൻ ചെയ്യുന്നത് അവന് തന്നെ വീഴും, ഒരു സംശയവും വേണ്ട. ഒരാളെ വീഴ്ത്താൻ വേണ്ടി ഒരുത്തന് കുഴിയെടുത്താൽ എടുത്തവൻ തന്നെ ആ കുഴിയിൽ വീഴും. ഇത് എത്ര സത്യമാണ്, ഇതെത്ര സത്യമാണ്. ജീവിതത്തിൽ നമ്മളെ ആര് ചതിച്ചാലും നമ്മൾ അവരെ ചതിക്കാൻ നിൽക്കരുത്. നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോകും, നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോകും. പടച്ചവൻ കൊടുക്കും, അള്ളാഹു കൊടുക്കും. നമ്മൾ എന്തു വേണം? നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക. നമ്മൾ മാപ്പ് കൊടുക്കണം. നമുക്കതിൽ ദുനിയാവിൽ നട്ടമില്ല, ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട്. നിങ്ങൾ നോക്ക്, ഒരൊറ്റ സംഭവം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ചിരിക്കുകയാണ്. ചിരി എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ മുൻപല്ലുകളും അതുപോലെ ഹബീബായ നബിതങ്ങളുടെ പല്ലുകളുടെ ആ പ്രകാശം പുറത്ത് കാണത്തക്ക വണ്ണം നബിതങ്ങൾ ചിരിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബിതങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നു, വല്ലാത്ത ചിരി. ആ ചിരി കണ്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ചിരിച്ചത്? എന്തിനാ ചിരിച്ചെന്നറിയോ? മറ്റുള്ളവരോട് ഒരു സഹിഷ്ണുത, മറ്റുള്ളവരോടൊരു കരുണ, ഒരു കാരുണ്യം അത് നമുക്കുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോ കഷ്ടകാലത്തിന് അവന്റെ കയ്യോ കാലോ നമ്മുടെ ദേഹത്ത് വീണാൽ അടുത്ത വളവെത്താൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. അപ്പൊ നമ്മൾ കള വീട്ടി അവന്റെ മുഖത്തിറക്കി വെച്ചു കൊടുക്കും. ഇതെല്ലാം കൂടെ അത് ചെയ്യരുത്, അത് ചെയ്യരുത്. നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, നമ്മളെ ഒരാൾ തെളിവിളിച്ചു, നമ്മളെ ഒരാൾ ആക്ഷേപിച്ചു, ഒരാള് വിമർശിച്ചു, രാവിലെ ഓടാൻ പോണ്ടല്ല, രാത്രി ഓടിയല്ല, രാവിലെ നടക്കാൻ പോണ്ടാര്. നമുക്ക് ഇപ്പൊ ഈ മഴ അല്പം അങ്ങോട്ട് മാറിയിരിക്കാം, മഴ തോരം വന്നിരിക്കാം, അതൊക്കെ റാഹത്താണ്, അതൊക്കെ ഒരു അനുഭവമാണ്. പക്ഷെ ഒരൊറ്റ സ്ത്രീകൾ എഴുന്നേറ്റിട്ടില്ല. കാരണം എന്താണ്? അവര് കരുതി വന്നവരാ, അവര് കുടയും കൊണ്ടുവന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമ്മളത്ര ഭാഗ്യവാന്മാരാ. എന്ത് പരീക്ഷണം വന്നാലും ഒരു ചെറിയ കുടച്ചില്, കുറച്ചു പേര് മരിക്കും, കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ബാക്കിയുള്ളവർക്കൊരു പാഠമായി ആ പരീക്ഷ അള്ളാഹു പിൻവലിക്കും. അല്ലേ? ഏത് പ്രളയമാണെങ്കിലും ഓഖി ആണെങ്കിലും നിപ്പ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഒക്കെ സംഭവിച്ചങ്ങനെ തന്നെയാ. ഒരു ചെറിയ കുടച്ചിലുള്ള കുടയും, എന്നിട്ട് കുറച്ചു പേര് അതങ്ങ് മരിക്കും, പിന്നെ അതങ്ങ് നിർത്തും. അള്ളാഹു എത്ര കരുണയുള്ളവനാണ്. അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, കുടുംബത്തിനൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. വളരെ സങ്കടം തോന്നുന്ന ചില അനുഭവങ്ങളാണ് പല സ്ഥലങ്ങളിലും പല ദുരന്തങ്ങളിലും അവരൊക്കെ നേരിടുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ, നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ, കടലിൽ പണിയെടുക്കുന്ന സഹോദരങ്ങൾ,
അള്ളാഹു അവർക്കൊക്കെ നല്ല ആരോഗ്യവും മനക്കരുത്തും ശരീരത്തിന് സുഖവും അവന്റെ ത്വാഅത്തിലായിട്ടുള്ള ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അരമണിക്കൂറേ നമുക്കിനി ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആര് ചതിച്ചാലും നമ്മൾ മാപ്പ് കൊടുക്കുക. നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ചിരിക്കുന്ന നബി തങ്ങളോട് ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അടിമകൾ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന ആ വാഗ്വാദവും സംവാദവും കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ് സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ. എന്താ സംഭവിച്ചത്? അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, 2 പേര്, ആ 2 പേര് പടച്ചവന്റെ സവിധത്തിലെത്തുകയാണ്, അള്ളാന്റെ കോർട്ടിൽ വരികയാണ്. അതിൽ ഒരാൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ എവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ അമലുകൾ എനിക്ക് തരണേ തമ്പുരാനെ, അവന്റെ അമലുകൾ എടുത്ത് എനിക്ക് തരണേ അല്ലാ, എന്റെ അവകാശം എനിക്ക് തരണേ പടച്ചവനെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യരോട് പറയുകയാണ്, ആക്രമിക്കപ്പെട്ടതിന്റെ പേരിലുള്ള നിന്റെ വിഹിതം അവന് കൊടുക്കുക, നിന്റെ മുഴുവൻ അമലുമെടുത്ത് നീ അവന് കൊടുക്കുക. അല്ലാഹു നീതിന്യായ കോടതിയിലാണ്, അവന് നീതിമാനാണ്, അവന് നീതിമാനായ ജഡ്ജിയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, പടച്ച റബ്ബേ, എന്റെ കയ്യിലെ എനിക്ക് ഒരു അമലും ഇനിയില്ല, എല്ലാം പോയി. പലർക്കും കൊടുത്തു പടച്ചോനെ, ഞാൻ ദുനിയാവിൽ എന്റെ ജോലി ഇതായിരുന്നു, ഫസാദ്, ഫിത്ന, ആളുകളുടെ പരദൂഷണം പറയൽ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു, ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ യവനും ചോദിച്ചു വന്നിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറയുന്നു, പടച്ചവനെ, യവന് തരാൻ അമലുകളില്ലെങ്കിൽ എനിക്ക് വേണ്ടത് യാ റബ്ബി ഫൽയഹ്മിൽ മിൻ ഔസാരി, അള്ളാഹുവേ എന്റെ ദുഃഖങ്ങൾ അവന് വഹിക്കട്ടെ, എന്റെ ദുഃഖം അങ്ങോട്ട്, എന്റെ പാപങ്ങൾ വഹിച്ചോട്ടെ, എന്റെ പാപങ്ങൾ അവൻ വഹിച്ചോട്ടെ, എന്റെ പാപം മുഴുവൻ ഞാൻ അവന് കൊടുത്തേക്കാം, അവന് തരാൻ അമലുകളില്ലെന്നുള്ള പരിഭവം വേണ്ട, എന്റെ പാപം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം, അപ്പൊ ഞാൻ ഫ്രീ ആവുമല്ലോ, എന്റെ തൂക്കി നോക്കുമ്പോ ഞാൻ രക്ഷപ്പെടണ്ടേ. അപ്പൊ അതുകൊണ്ട് എവന്റെ അമൽ ഒന്നിൽ എനിക്ക് തരണം, ഇല്ലെന്ന് അവൻ പറയുന്നത്, അപ്പൊ എന്റെ പാപം അവൻ സ്വീകരിക്കണം. ആ സമയത്ത് അല്ലാഹു പറയും, എന്നാൽ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കാൻ, ഇവിടെ കുനിഞ്ഞു നൂന്നതിന് വല്ല കണക്കുണ്ട? ഇവിടെ കഷ്ടപ്പെട്ടതിന് വല്ല കണക്കുണ്ട? ഒരു മഹാൻ ആളുകളോട് പറഞ്ഞതാണ്, എനിക്ക് പരദൂഷണവും ഗീബത്തും ഒക്കെ പറയണമെന്ന് തോന്നുമ്പോ ഞാൻ എന്റെ ഉമ്മായെ പറ്റി പറയും, എന്റെ വാപ്പായെ പറ്റി പറയും. അയ്യോ ചാന്തിനെ അങ്ങനെ, അവരെന്ത് ചെയ്തു? നിന്നെ പെറ്റെന്നുള്ള തെറ്റല്ലാതെ വേറൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എടാ നമ്മളിപ്പോ ഒരാളെ ഫസാദും ഫിത്നയൊക്കെ പറഞ്ഞ് പരദൂഷണം പറഞ്ഞാൽ നമ്മുടെ അമല് മുഴുവൻ എടുത്ത് അവർക്ക് കൊടുക്കുമെന്നല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ലക്ഷങ്ങൾ മുടക്കി പോയി, ഇതൊക്കെ നാട്ടുകാർ കൊടുക്കുന്ന എന്തിനാ? കിട്ടുന്നെങ്കിൽ ഉമ്മാക്ക് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും പരദൂഷണം പറയണമെന്ന് തോന്നിയാൽ ഞാൻ എന്റെ ഉമ്മായെ പറ്റി ആളുകളടുത്ത് പറയും. കാരണം നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ എന്റെ അമലുകൾ എന്റെ ഉമ്മാക്ക് കൊടുക്കും, വെളിയിൽ കൊടുക്കണ്ടല്ലോ, വെളിയിൽ കൊടുക്കണ്ടല്ലോ. നിങ്ങളത് ചിന്തിച്ചേ, മുഴുവൻ അമലുകളും എടുത്ത് ഈ പറയപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട പരദൂഷണം പറയപ്പെട്ട വ്യക്തിക്ക് കൊടുക്കും. ഇനി കൊടുക്കാവൊന്നുമില്ലെങ്കിലും അവന്റെ മുഴുവൻ പാപവും നമ്മൾ വഹിക്കേണ്ടി വരും. ആ സമയത്ത് അള്ളാഹു ഈ മനുഷ്യനോട്, വാദിയായ മനുഷ്യനോട് പറയുന്നു, പ്രതി പറഞ്ഞല്ലോ ഇനി എനിക്ക് തരാൻ അമലൊന്നുമില്ല, എന്നാ നിന്റെ പാപം ഞാൻ ഏറ്റോളാം, ഞാനിപ്പോ എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ? അപ്പൊ പ്രതിയായ ഈ മനുഷ്യൻ അത് പറയുമ്പോ വാദിയായ മനുഷ്യനോട് അല്ലാഹു പറയും, മുകളിലോട്ടൊന്ന് നോക്കാൻ, മുകളിലോട്ടൊന്ന് നോക്കാൻ പറയും. അയാള് മുകളിലോട്ട് നോക്കുമ്പോൾ ഒറ്റമുത്തിനാലുള്ള ഒരു വെള്ളക്കൊട്ടാര, എന്തൊരനുഗ്രഹമാണ്, എന്തൊരു ചാചുല്യതയാണ്, എന്ത് മനോഹാരിതയാണ്, സുബ്ഹാനല്ലാഹ്. കാണുമ്പോ എന്തോ ഒരു അഴകാ, എന്തോ ഒരു കൗതുകമാ. ആ സമയത്താണ് ചോദിക്കുന്നു, പടച്ച റബ്ബേ ലിമൻ ഹാദാ, ഇതാർക്കാണ് റബ്ബേ നീ കൊടുക്കുന്നത്, ഇതാർക്കാണ് നീ കൊടുക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പറയുന്നു, ലിമൻ അഅതാനി സമനഹു, അതിന്റെ വില എനിക്ക് തരുന്നവന് കൊടുക്കും. എനിക്ക് ആര് വില തരും അവർക്ക് ഞാൻ അത് കൊടുക്കും. അത്ര അഴകുള്ള ഒരു കൊട്ടാരം.
അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുന്നു, പടച്ചവനെ, ഇതിനെന്തു വില വരും? ഇതിന് എത്ര രൂപ വില വരും? എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മൂപ്പര ചിന്ത എന്താ? മറ്റവന്റെ എല്ലാം അമലും ഉപ്പം കൊണ്ട് എടുക്കാം, അവന്റെ ഇല്ല. അപ്പൊ എന്റെ പാവം അങ്ങോട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടാം. ഈ കൊട്ടാരം വാങ്ങാനുള്ള പൈസ കയ്യിലുണ്ടോ നോക്കാൻ, അല്ലെങ്കിൽ അമലുണ്ടോ നോക്കാൻ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഇത് ആർക്കുള്ളതാണ്? എനിക്ക് ആര് വില തരുമോ അവന് ഞാനിത് കൊടുക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്നു, ഇതിനെ ആരാണ് മിൽക്കാക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പറയുകയാ, നിനക്ക് വാങ്ങാനൊരു അവസരമുണ്ട്. എന്താ പടച്ചവനെ ഞാൻ വാങ്ങാൻ പറയോ? ആ സമയത്ത് അല്ലാഹു പറയുന്നു, നീ അമല് ചോദിച്ചില്ലേ? അമലില്ലാത്തതിന്റെ പേരിൽ നിന്റെ പാപഭാരം നീ അപ്പുറത്തവന്റെ കൊടുക്കാൻ നിൽക്കുന്നില്ലേ? അതെന്തിന്റെ പേരിലാണ്? അവൻ ദുനിയാവില് നിന്നെ ആക്ഷേപിച്ചതിന്റെ പേരിൽ, നിന്നെ വിമർശിച്ചതിന്റെ പേരിൽ, നിന്നെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ, നിന്നെ മർദ്ദിച്ചതിന്റെ പേരിലല്ലേ? എന്നാ അവന് നീ പുറത്തു കൊടുത്താ, നീ മാപ്പ് കൊടുത്താൽ നിനക്കാ കൊട്ടാരം ഞാൻ ഫ്രീ ആയി സൗജന്യമായി തന്നേക്കാ. ആ സമയത്ത് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, അല്ലാ പടച്ചവനെ, ഞാൻ അവന് മാപ്പ് കൊടുത്തിരിക്കുകയാ. അവന്റെ അമല് എനിക്ക് വേണ്ട, എന്റെ പാപങ്ങളും അവനെ ഞാൻ ഏൽപ്പിക്കൂല. ഞാൻ അവന് മാപ്പ് കൊടുത്തു പടച്ചവനെ. ആ സമയത്ത് അല്ലാന്റെ ഇടപെടൽ എന്തെന്നറിയോ? അല്ല പറയുകയാണ്, ഖുദ് ബിയദി അഖീ ഫദ്ഖുലൽ ജന്ന. കൂട്ടുകാരന്റെ കൈ പിടിച്ചിട്ട് രണ്ടുപേരും സ്വർഗത്തിൽ പൊക്കോ. രണ്ടുപേരും അങ്ങനെ സ്വർഗത്തിലെ കടന്നുപോയ രംഗം എനിക്ക് അല്ലാന്റെ മലക്ക് എത്തിച്ചു തന്നപ്പോ ഞാൻ ചിരിച്ചതാണ് സഹബാ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ആരെന്ത് ചെയ്താലും സങ്കടപ്പെടല്ലേ, ആര് എന്ത് ചെയ്താലും സങ്കടപ്പെടല്ലേ. വലിയ വലിയ മഹാന്മാരെ പറയുന്നത് എന്താണ്? ആര് നമ്മളെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് ആളുകളെ നിയമിക്കണം. നമ്മളെ പറ്റി പറയാൻ നമ്മളെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. എല്ലാരും പറയുന്നു, ഓ ഭയങ്കരമാണ് ആള്, നല്ല ആളാണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും കുറച്ച് കാശ് കൊടുത്തിട്ടെങ്കിലും നമ്മളെ പറ്റി ചീത്ത വിളിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പാടാക്കണം. കാരണം എന്താ? വല്ലതും വേണ്ടേ? ആ ചീത്ത വിളി കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു, നിനക്ക് ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൊട്ടാരം കിട്ടും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ, അത് തന്നെയാണ്. ഇമാമിന് എത്ര ശമ്പളം? ഇവിടത്തെ കാര്യമല്ല, ഞാൻ പൊതുവെ പറയാം. ശമ്പളം 10 രൂപ ഉണ്ട്. ആകർഷണീയമായ ശമ്പളം, ഭക്ഷണം സൗജന്യം. എന്തൊരു പരസ്യം! ഈ അടുത്ത സമയത്ത് ഒരു പരസ്യം കേട്ടതാണ്. ഇത് എഴുതി വിടുന്നവനെ കണ്ടെത്താൻ എന്താണ് പരിപാടി എന്നുള്ളത് ഏത് മന്ത്രവാദിയെ കണ്ടാൽ നടക്കുമെന്ന് ചോദിച്ചു കിടക്കുകയാണ്. പള്ളി ഇമാമിന് ആവശ്യമുണ്ട് ആകർഷണീയമായ ശമ്പളം, ഭക്ഷണം സൗജന്യം, പിന്നെ മറ്റേ സൈക്കിൾ പമ്പ് ചാടിച്ച് കയറ്റു എന്ന് കഴിക്കാതെ 1 ലക്ഷം കൊടുത്തിട്ട് ഇമാമിനെ കൊണ്ടിരുത്തണം. നല്ല ക്വാളിറ്റിയുള്ള നല്ല കാശ് കൊടുത്തിട്ട് മോദിമാരെ കൊണ്ടിരുത്തണം. പള്ളിയിൽ ബാങ്ക് കേൾക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ TV ഓഫ് ആക്കണം. പള്ളിയിലെ ഉസ്താദിന്റെ ഓതൽ കേൾക്കാൻ വേണ്ടി കിട്ടി സർവ്വ ആളുകളും വന്ന് പള്ളിയിലേക്ക് കണ്ണെന്നിട്ട് കാത്തിരിക്കണം. അതിന് കാശ് കൊടുത്തിട്ട് ആളെ നിർത്തണം. എന്തിനാണ് ഇത്? പള്ളിയിലെ ബാങ്ക്. ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആളുകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ മാറിയേ പറ്റൂ, ഒരു സംശയമില്ല. പള്ളിയിലെ ശമ്പളം ഉസ്താദിന് കുറവ്, അപ്പൊ കമ്മിറ്റിക്കാർ ആരും നോക്കണ്ട. കമ്മിറ്റിക്കാർക്ക് 1 രൂപ പോലും ശമ്പളം ഇല്ലാതെ ഈ പാടുപെടുന്നത്. ഈ സമയത്ത് ഉറക്കൊഴിയുന്ന വല്ല ശമ്പളം ഉണ്ടോ? ഇമാമിന് 10 രൂപയെങ്കിലും ഉണ്ടെന്നിരിക്കുക. കമ്മിറ്റിക്കാർക്ക് ശമ്പളം ഉണ്ടോ? ഇല്ല. പിന്നെ അവർക്കുള്ള നേട്ടം എന്താ? പൊതുജനങ്ങളുടെ തന്തയ്ക്ക് വിളി. അത് തന്നെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ മാപ്പാക്കിയതിന്റെ പേരിൽ ഈ കൊട്ടാരം, ഈ വലിയ പ്രതിഫലം. ഇതല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾ പറയട്ടെ, എന്തോ പറയട്ടെ, ആ പറയുന്നവന് പൂമാലയിട്ട് കൊടുക്കണം, പറയുന്നവന് പൂച്ചണ്ട് കൊടുക്കണം. പറഞ്ഞോടാ, നീ എന്തു വേണോ പറഞ്ഞോ. അൽഹംദുലില്ലാ. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോ
നമ്മുടെ അമലുകൾ ഇങ്ങനെ കൂടി കൂടി വരും. അവസാനം നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയിട്ട് എല്ലാത്തിനെയും വിളിച്ചിരുത്തിയിട്ട് കൊണ്ടുപോടാ നിന്റെ അമല്. അവൻ പറയും എല്ലാം അവിടെ കൊടുത്ത് തീർന്ന്, ഇനി കയ്യിലൊന്നുമില്ല, വേണമെങ്കിൽ നിന്റെ പാപം ഇതാ ഞാൻ പിടിച്ചോളാം എന്ന് പറയും. നിനക്ക് ഞാൻ പുറത്ത് തന്നിരിക്കുന്നു. അപ്പൊ അല്ല തരുന്നതാണ് മറ്റേ കൊട്ടാരം. അപ്പൊ അത് എന്തോ പറഞ്ഞോട്ടെ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരനോട് പറഞ്ഞു, ഫലാ തബ്തഇസ്, നീ ദുഃഖിക്കരുത്, ബിമാ കാനൂ യഅമലൂൻ, ആരെന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും നിനക്കൊരു ദുഃഖവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, ഒരു വിഷമവും നിനക്ക് വേണ്ട. ഇതെല്ലാം അല്ലാഹു നിനക്ക് തരുന്നതാ.